ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ നത്തോലി മുളക് ഇട്ടതാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാനിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി എണ്ണയിൽ നല്ലോണം ഒന്ന് മൂത്ത് വരണം. ആ മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണം വരാൻ കേട്ടോ. ആ മണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ഒന്ന് മൊരിഞ്ഞ് വരണം. ഇതിലേക്ക് കുറച്ച് എണ്ണ കമ്മിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നല്ലോണം ഒന്ന് ഉള്ളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ 2 സ്പൂൺ മുളകും പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അത് ഞാൻ മുളക് വറ്റിച്ചതാകും കൊണ്ടാണ്, നത്തോലി മീൻ മുളക് ഇട്ടതാകും കൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. ഞാനിങ്ങനെയാണ് മീൻ മുളക് ഇട്ട് വെക്കണത്. ഇതിൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഈ കറി വെക്കുന്നത്. അപ്പോൾ ഞാനിതാ നല്ലോണം ഈ മസാലപ്പൊടികൾ എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു 5 മിനിറ്റ് നേരം. അപ്പോൾ തക്കാളി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ തക്കാളിയിൽ നിന്ന് നല്ലോണം ഒന്ന് വരതി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാളൻപുളി ഞാൻ ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ഞാനിതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് വരെ തിളച്ച് വരട്ടെ കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതാ നത്തോലി മീൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്നാണ് കേട്ടോ ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മസാല ചേർത്തതാണ്. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് മീൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇത് അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ മീൻ വറുത്തെടുക്കണം. അതും ഞാൻ ഈ അടുപ്പത്ത് തന്നെ ഞാൻ വറുത്തെടുക്കുകയാണ്. അതിനിതാ ഞാൻ ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചേക്കുന്നത്. ഇത് മണ്ണിൻ്റെ ചട്ടിയാണ്, ദോശ ചട്ടിയാണ് കേട്ടോ. ദോശ ചുടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ദോശ ചുട്ടാൽ ശരിയാണില്ല, അതുകൊണ്ട് ഞാൻ മീൻ വറുത്തെടുക്കാനായിട്ട് ഞാൻ ഇതെടുക്കലാണ്. അപ്പോൾ അതാ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇത് വറുത്തെടുക്കുകയാണ്. ഇങ്ങനെ മൺചട്ടിയിൽ വറുത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മീനിന്. അങ്ങനെ തന്നെ ഞങ്ങൾ ചോറുണ്ണാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രം തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.